മാസങ്ങൾ നീണ്ട സമാധാനങ്ങൾക്കിടയിൽ സിറിയ വീണ്ടും ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രോ ബഷാറുൽ അസദ് എന്നറിയപ്പെടുന്ന ബഷാറുൽ അസദിന്റെ വിഭാഗമായ ഏതാനും ആളുകളാണ് കഴിഞ്ഞ രാത്രി മുതൽ അതിശക്തമായ ആക്രമണം നിലവിലുള്ള പുതിയ ഭരണകൂടത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. സിറിയയുടെ തീരപ്രദേശമായ ലാദിഖിയ, തുർത്തൂസ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിലാണ് ശക്തമായ രൂപത്തിലുള്ള മിന്നലാക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സിറിയൻ ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു മിന്നലാക്രമണമായിരുന്നു ആരംഭിച്ചിരുന്നത്. അവസാനം ബഷാറുൽ അസദിന്റെ തന്നെ പതനത്തിലേക്കാണ് അത് നയിച്ചത്. എന്നാൽ ഇതിന് സമാനമായ രൂപത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലാദിഖിയയിലും അതുപോലെ തന്നെ തുർത്തൂസിലും വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തുർക്കി അതിശക്തമായ രൂപത്തിലുള്ള സപ്പോർട്ട് നൽകിയിരിക്കുന്നു പുതിയ ഭരണകൂടത്തിന്. ഈ വേണ്ട രൂപത്തിലുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും ഇപ്പോൾ തുർക്കിയിൽ നിന്നും ഈ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു. ലാദിഖിയയിലും തുർത്തൂസിലുമുള്ള ഈ പറയപ്പെടുന്ന ബഷാറുൽ അസദിന്റെ പഴയ വിഭാഗത്തെ ഇപ്പോൾ പുതിയ ഭരണകൂടം വലയം ചെയ്തു എന്ന വാർത്ത വരുന്നു. എന്തായിരുന്നാലും സിറിയയിൽ ഇനി ഒരു കലാപം, ആഭ്യന്തര കലാപങ്ങൾക്ക് അവസരം നൽകില്ല എന്നാണ് ഉർദുഗാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. സിറിയയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് സംഘങ്ങളുണ്ടെങ്കിലും അവർക്കെല്ലാം ആയുധങ്ങൾ നൽകാൻ, അവരെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന്. അതിനുശേഷം തുർക്കിയും അതുപോലെ ഇറാനും തമ്മിൽ ശക്തമായ വാക്കേറ്റങ്ങൾ ഉണ്ടായിരുന്നു. സിറിയയിൽ നിലവിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന് ഇറാന്റെ അഭിലാഷമാണ്. കാരണം ലബനാനിലുള്ള ഹിസ്ബുള്ളക്ക് ആയുധം എത്തിക്കണമെങ്കിൽ തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയ ആവശ്യമാണ്. ആ സിറിയയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലൂടെ ആയിരിക്കും ഇത് സാധ്യമാവുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഏരിയ വെട്ടിപ്പിടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് തുർക്കിയുടെ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഭരണകൂടത്തിന് ഇത് നിസ്സാരമായി പരാജയപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. മണിക്കൂറുകൾക്കകം തന്നെ ഈ ശക്തമായ ആക്രമണങ്ങളെ ചെറുക്കുവാനും അവരെ ഒരു പരിധി വരെ പ്രതിരോധിക്കാനും പുതിയ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം തുർക്കിയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വട്ടമിട്ടും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എല്ലാ രൂപത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നേറാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധരായ ആളുകളെല്ലാം പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സിറിയയുടെ ഇസ്രയേലിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് ഇസ്രയേലും ശക്തമായ രൂപത്തിൽ ഡ്രൂസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിന് ഇസ്രയേൽ ശക്തമായ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു. $1 ബില്യൺ സഹായമാണ് ഇസ്രയേൽ ഈ വിഭാഗത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. സിറിയയിലെ ജനസംഖ്യയിലെ 3% ആളുകളാണ് ഈ പറയപ്പെടുന്ന ഡ്രൂസ് വിഭാഗമുള്ളത്. എന്നാൽ അവരെ ഈ ഇസ്രയേലിന്റെ അതിർത്തി ഭാഗത്ത് ഒരു പ്രദേശം, അതായത് ഈ തുർക്കിയുടെ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇസ്രയേലിലേക്ക് കടക്കാൻ സാധിക്കാത്ത വിധം അവിടെ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. അവർക്ക് ആയുധങ്ങൾ നൽകി പ്രതിരോധിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ തുർക്കിക്ക് ഇസ്രയേലിലേക്കുള്ള ആക്സസുകളൊന്നും ഉണ്ടാവുകയില്ല. ഇത് ഇസ്രായേൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ഈ കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം നീക്കത്തെ എല്ലാം ശക്തമായ രൂപത്തിൽ വെല്ലുവിളിക്കുകയും തന്നെയാണ് ഇപ്പോൾ ഉർദുഗാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെയും ശക്തമായ രൂപത്തിലുള്ള നീക്കങ്ങൾ, ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള നീക്കങ്ങൾ നടത്തി വരികയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഒരു പെട്ടെന്നുള്ള ഒരു കലാപം സിറിയയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. നിലവിൽ കുർദ് വിഭാഗങ്ങൾ ശക്തമായ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അവർക്കെതിരെ ശക്തമായ രൂപത്തിൽ തുർക്കി ഭരണകൂടം തന്നെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തീരപ്രദേശം എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഭാഗം തന്നെയാണ്. തുർത്തൂസ്, ലാദിഖിയ ഒക്കെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ. മാത്രമല്ല, ഡമസ്കസ് കഴിഞ്ഞാൽ സിറിയയിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഭാഗവും ലാദിഖിയയും അതുപോലെ ഈ പറയപ്പെടുന്ന തുർത്തൂസ് ഭാഗങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ രൂപത്തിലുള്ള കലാപം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്ക തന്നെയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ മരണപ്പെടാൻ ഈ കലാപം കാരണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇല്ലായ്മ ചെയ്യുക എന്നത് സിറിയൻ ജനങ്ങളുടെ ആവശ്യമാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സിറിയയിൽ കാണുന്നത് പുതിയ ഭരണകൂടം വന്നതിന് ശേഷം വളരെ നല്ല രൂപത്തിൽ സമാധാനത്തോടെയാണ് ഇപ്പോൾ സിറിയ ഉണ്ടായിരുന്നത്. ആഭ്യന്തര കലാപങ്ങളോ വെടിയൊച്ചകളോ ഇല്ലാതെ
ആളുകൾ യഥേഷ്ടം ഏത് ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഈ സമാധാനത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും തുർക്കി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന ഈ കലാപം, അതായത് ബഷാറുൽ അസദിന്റെ പിന്തുണക്കാരെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭാഗത്തിനെതിരെ ഇപ്പോൾ സിറിയയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും ആളുകൾ നിരന്നിരിക്കുകയാണ്. ആളുകളെല്ലാം അതിനെതിരെ, ഈ പറയപ്പെടുന്ന പ്രോ ബഷാറുൽ അസദ് എന്ന് അറിയപ്പെടുന്ന സംഘത്തിനെതിരെ ആളുകളെല്ലാം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സിറിയയിലെ ജനങ്ങളെല്ലാം അതിനെ തിരസ്കരിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തു. എന്നുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്.